ഇപ്പോഴാണ് അയിലയും മത്തിയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ അച്ഛ ഹാർബറിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന അയില ഒരു ഉരുളി അയില ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് അച്ചാറിടാമെന്ന് വിചാരിച്ച് മഴ തോരുന്നത് നോക്കി നിന്ന് പിന്നെ ചാറ്റലുണ്ടായിരുന്നു. പിന്നെ തലേ ഒരു കവറൊക്കെ ഇട്ടിരുന്ന് ഞാനിരുന്ന് ആ മീനെല്ലാം അങ്ങ് വെട്ടി. മീൻവെട്ടെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മച്ചി മീനെല്ലാം കഷ്ണമാക്കിയിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഈ മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന മീനെല്ലാം നിന്ന് നല്ലെണ്ണയ്ക്കകത്ത് വറുത്തെടുത്ത് ഈ മീനച്ചാറിടാൻ നേരം മീൻ വറുത്തെടുക്കുന്നത് ഏറ്റവും വലിയ മെനക്കേട്. എന്തൊരു ചൂടായിരുന്നു സ്റ്റൗവിൻ്റെ അടുത്ത്. ഓരോരോ ബാച്ചായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുമായിരുന്നേ. നമുക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ചാൽ മതി, വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ലെണ്ണയാണ് ഒന്നും കൂടി ബെസ്റ്റ്. അങ്ങനെ കുറേ നേരം നിന്ന് മീനെല്ലാം വറുത്തെടുത്തു. പിന്നെ അച്ചാറിടാനുള്ള മീനായതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം മൂപ്പിക്കണമല്ലോ. അയില ആദ്യമായിട്ടാണ് അച്ചാറിടാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഉരുളി എടുത്തിട്ട് അതിനകത്ത് ബാക്കിയുള്ള നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ഇളക്കി. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ പൊടിക്ക് അത്ര എരിവുള്ള പൊടിയൊന്നും അല്ല കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ മീൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഇത് കണക്കാക്കി ചേർത്താൽ മതി. പിന്നെ 5-6 കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അയില അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കാം. അയില ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ചൂരയുടെ കണക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇട്ട് ഇളക്കാൻ നിൽക്കണ്ട. നൈസിനൊന്ന് ഇളക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ മീൻ വേറെ മുള്ള് വേറെ ആയി പോകും. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് മീനച്ചാറിനകത്ത് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. വേണ്ട മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. അന്നേരം ഇനി അയിലൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ അച്ചാറിട്ട് വെച്ചോ, അടിപൊളിയാ.